ഹലോ മക്കളെ, പ്ലസ് വൺ മാത്സിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് കോണിക് സെക്ഷൻസ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ബോർഡ് എക്സാമിനൊക്കെ തന്നെ ഒരുപാട് മാർക്കും ചോദിക്കുന്നു. അതായത് ഏകദേശം 7 മാർക്കിന് ബോർഡ് എക്സാം ചോദിക്കുന്ന, ഒരു 3 മാർക്കും ഒരു 4 മാർക്കും. നിങ്ങൾ മനസ്സിലാക്കണം, 7ന് ശേഷമുള്ളത് 9 മാർക്കിന്റെ ക്വസ്റ്റൻസ് ഉള്ള ചാപ്റ്ററാണ്. അത് 2 പാഠം മാത്രമാണ്. 1 ട്രിഗണോമെട്രി, 2 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഇതിനേക്കാളും വെയിറ്റേജ് കൂടി 2 പാഠം, ലിമിറ്റ്സും ട്രിഗണോമെട്രി. അതിനുശേഷം നിൽക്കുന്ന ചാപ്റ്റർ കോണിക് സെക്ഷൻസ്. അറിയാമായിരിക്കും, ബോർഡ് എക്സാമിന് വളരെ സുഖമായിട്ട് മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന ഈ ചാപ്റ്റർ ജോമെട്രി അപ്രോച്ച് നമ്മൾക്ക് മനസ്സിലുണ്ടാവണം. ജോമെട്രിയിൽ അറിഞ്ഞാൽ മാത്രമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് മുഴുവൻ മാർക്കും ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. കറണ്ട് സിനാരിയോയിൽ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് ആയിട്ടാണ് ചോദിക്കുന്നത്. 2024 സെക്കൻഡ് ടൈം എക്സാമിന് ഒരുപാട് വിദ്യാർത്ഥികളെ കിളിപാറിയ ചാപ്റ്റർ അതുവനാണ്. കാരണം ഇവിടെ നിന്നാണ് ഏറ്റവും ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻസ് 2024 സെക്കൻഡ് ടൈം എക്സാമിന് ഉണ്ടായത്. അതായത് നിങ്ങളുടെ സീനിയേഴ്സിന്റെ ചോദ്യപേപ്പറിലെ ചോദ്യം ഡിഫിക്കൽട്ട് ആവാനുള്ള കാരണം പോലും ഈ ചാപ്റ്ററാണ്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഏറ്റവും ഗംഭീരമായിട്ട് ഈ ചാപ്റ്റർ പഠിക്കണം. നമ്മളുടെ ഇന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് സർക്കിൾസ് ആണ്. സർക്കിൾസിന്റെ മുഴുവൻ കോൺസെപ്റ്റും സർക്കിൾസിന്റെ മുഴുവൻ ക്വസ്റ്റ്യൻസ് നമ്മളാണ് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. കാരണം ജനറൽ ഞാൻ പറയുന്നു, സർക്കിൾസിന്റെ ഒരു ചോദ്യം എന്തായാലും എക്സാമിന് ഉണ്ടാവാറുണ്ട്. അത് 2025 മാർച്ച് മാസം ഉണ്ടായിരുന്നു. 2024 നമ്മുടെ സെക്കൻഡ് ടൈം എക്സാമിന് ഉണ്ടായിരുന്നു. എല്ലാ എക്സാംസിനും സർക്കിൾസിന്റെ ഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ടും ഇപ്പോൾ ഒരു ചോദ്യം കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് സർക്കിൾസ് ആണ് നമ്മളുടെ ഇന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക് ഇറ്റ് ഈസ് സർക്കിൾസ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സർക്കിൾ എന്ന് വെച്ച് ആരംഭിക്കാം. ഓക്കെ, അതിനു മുമ്പ് കോണിക് സെക്ഷൻസ് നമ്മൾ എന്താണ് ടോട്ടലി 4 ഭാഗമാക്കി ഡിവൈഡ് ചെയ്തു. 1 സർക്കിൾ, 2 പാരബോള, 3 എലിപ്സ്, 4 ഹൈപ്പർബോള. ഇങ്ങനെ 4 ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയുള്ള. അതിലെ ഫസ്റ്റ് ടോപ്പിക് സർക്കിൾ കേട്ടോ. ഇതാണ് ബേസിക് ഡെഫിനേഷൻ. എന്താ? ഇറ്റ്സ് ബേസിക്കലി കളക്ഷൻ ഓഫ് പോയിന്റ്സ്. ഓക്കെ, കളക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ്. എന്താ പ്രത്യേകത? ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന്, മക്കളെ നോക്കൂട്ടോ, ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ നോക്കിയേ, ഞാൻ ഡിസ്റ്റൻസും കൂടി ഫിക്സ് ചെയ്തു. ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ്, ഈ കാണുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ. ഫിക്സഡ് ഡിസ്റ്റൻസ് മാറുന്നില്ല. ഈ കാണുന്ന ഡിസ്റ്റൻസിൽ ഞാൻ എന്ത് ചെയ്യുന്നു മക്കളെ? ഒരുപാട് പോയിന്റ്സുകൾ എടുത്തു. ഇങ്ങനെ ഒരുപാട് പോയിന്റ്സ് എടുത്തു. ഈ പറയുന്ന എല്ലാ പോയിന്റ്സുകൾ തമ്മിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഈ കാണുന്ന എല്ലാ പോയിന്റ്സുകൾ തമ്മിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ, ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റ്സും ജോയിൻ ചെയ്തപ്പോൾ ഒരു മനോഹരമായ ഫിഗർ കിട്ടേണ്ടതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ വരച്ചപ്പോഴെന്താണ് കുറച്ച് പെശയുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മാച്ച് വരച്ചു. പക്ഷേ നോക്കിയേ, ഇവരെല്ലാവരും ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് അതിമനോഹരമായ ഫിഗർ കിട്ടി. അതിന്റെ പേരാണ് മക്കളെ സർക്കിൾ. എന്താ? സർക്കിൾ. ഇവിടെ എന്താ? ഇവിടെ ഈ കാണുന്നവനാണ് നമ്മുടെ ഫിക്സഡ് ഡിസ്റ്റൻസ്. അത് സെയിം ആയിരിക്കും. അത് നമ്മൾ എവിടെ നോക്കിയാലും അത് നമ്മളുടെ ഈ കാണുന്ന പോയിന്റിൽ നിന്ന്, ഈ സെന്റർ, ഈ കാണുന്ന പോയിന്റിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഈ ദൂരമായിക്കോട്ടെ, ഈ ദൂരമായിക്കോട്ടെ, ഈ ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, ഈ ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, നമ്മൾ ഏത് ഡിസ്റ്റൻസ് നോക്കിയാലും അതെക്കാളും ഈക്വൽ ആയിരിക്കും. അത് സെയിം ആയിരിക്കും. അപ്പോൾ ഫിക്സഡ് പോയിന്റ്, ഫിക്സഡ് ഡിസ്റ്റൻസ്, അതിലുള്ള കളക്ഷൻ ഓഫ് പോയിന്റ്സ് സർക്കിൾ. ഈ ഫിക്സഡ് പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെന്റർ. ആൻഡ് ഫിക്സഡ് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ റേഡിയസ്. അപ്പോൾ സെന്ററും റേഡിയസും മനസ്സിലായി. ഫിക്സഡ് പോയിന്റിനെ വിളിക്കുന്ന പേര് സെന്ററും, ഫിക്സഡ് ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേര് റേഡിയസും. അവസാനിച്ചു. ഇതാണ് ബേസിക് ഐഡിയ ഓഫ് സർക്കിൾ. ഇതാണ് മക്കളെ ഇവിടെ ഉള്ളത് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. ഇത് വളരെ വ്യക്തമായിട്ട് സെന്റർ ഇതാണ്, റേഡിയസ് ഈ കാണുന്നവനാണ് നമ്മൾ എന്ത് പറയാ, റേഡിയസ് എന്ന് വിശേഷിപ്പിക്കാം. മൂവിങ് ഓൺ ടു ഇക്വേഷൻ ഓഫ് സർക്കിൾ. എന്താണ് സർക്കിളിന്റെ ഇക്വേഷൻ? സെന്റർ അറിയാം, സെന്റർ h, റേഡിയസ് r ആണെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ എന്ത്? സോ സെന്റർ h, ഒരു സർക്കിൾ ഉണ്ട് ഗൈസ്. ഇതാണ് സർക്കിൾ. ഈ കാണുന്ന സർക്കിളിന്റെ സെന്റർ ഞാൻ എന്തെടുത്തു? ഇറ്റ് ഈസ് സം h, ഇവിടെ വിത്ത് റേഡിയസ് r. ഇതാണ് നമ്മുടെ സർക്കിൾ എങ്കിൽ നമ്മൾ നേരെ തന്നെ ഇവന്റെ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു? ഇക്വേഷൻ കാണാൻ വേണ്ടി പോകുന്നു. സർക്കിളിന്റെ ഇക്വേഷൻ ഗൈസ്, എക്സ് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ആരാ? h ആണെന്ന് അറിയാം. സോ x - h ദി ഹോൾ സ്ക്വയർ പ്ലസ് y എഴുതി കഴിഞ്ഞാൽ ഇവിടുത്തെ y കോർഡിനേറ്റ് അത് k ആണെന്ന് അറിയാം. സോ y - k ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു r സ്ക്വയർ. സോ സെന്റർ h, k ആണ്, റേഡിയസ് r ആണെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അത് x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ ആണ്. ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. നമുക്ക് നേരെ തന്നെ എന്ത് ചെയ്യാം?
ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, എന്നിട്ട് എന്താ ചെയ്യാം, ബാക്കിയിലേക്ക് പോവാം. നോക്കൂ, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, അതിന്റെ സെന്റർ എന്താണ്, സെന്റർ 1 1. സെന്റർ 1,1 എന്ന് പറയുമ്പോൾ മക്കളെ സെന്റർ നമ്മൾ എങ്ങനെ പറയാറ്, h,k. സെന്റർ എന്താ പറയാ, h,k. h,k എന്താ മക്കളെ, അത് 1 1, which implies എന്ത് പറയാൻ പറ്റും, h എന്താ, ഓൺ കമ്പയറിംഗ് വി ക്യാൻ സേ ദാറ്റ് h എന്ന് പറഞ്ഞവൻ അത് 1 ആണ്. ആൻഡ് ദെൻ k എന്താണ്, അത് 1 ആണ്. h-ഉം 1 ആണ്, k-യും 1 ആണ്. സോ h = 1 ആൻഡ് k = 1. h-ഉം k-യും 1 ആണ്. ഒപ്പം തന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്, എന്താ, റേഡിയസ് √2 ആണ്, വിച്ച് മീൻസ് r = √2. r എന്താണ്, r നമുക്ക് കിട്ടി √2 ആണെന്ന്. നേരെ പോയി ഈ കാണുന്ന ഇക്വേഷനിൽ സെന്റർ h,k-യും റേഡിയസ് r-ഉമായിട്ടുള്ള സർക്കിളിന്റെ ഇക്വേഷൻ x - h² പ്ലസ് y - k² = r² എന്ന് പറഞ്ഞ ഇക്വേഷനകത്ത് h-ഉം k-യും r-ഉം നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകും. h 1 ആണെന്നറിയാം, k 1 ആണെന്നറിയാം, ആൻഡ് r എന്താണ്, √2 ആണെന്നറിയാം. Just substitute, guys. So x minus h1 ആണ് കേട്ടോ, x - 1² പ്ലസ് y minus k-യും 1 ആണ്, so y - 1² equal to r², r same as √2 ഇങ്ങനെ മാത്രം എഴുതി നിർത്താതെ എന്ത് ചെയ്യാം, ഇവനെല്ലാവരും ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇവൻ നിൽക്കുന്ന ഫോർമാറ്റ് എന്താ, ഇതൊരു a - b² പോലെയാണ്. a - b² a - b² എന്ന് പറഞ്ഞാൽ a² - 2ab + b² ഫോർമുല ഓർമ്മയുണ്ടാകും. സോ a² എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആള് x ആണ്, x-ന്റെ സ്ക്വയർ x² മൈനസ് 2 times ab 2 times x into 1 അഥവാ 2x പ്ലസ് b² അത് 1² 1 പ്ലസ് y - 1² a² - 2ab + b² വീണ്ടും അവിടെ അപ്ലൈ ചെയ്യുന്നു. സോ y² - 2y + 1 is equal to √2 2. മക്കളെ 1 + 1 നമുക്കറിയാം അത് 2 ആണെന്ന്. ആ കാണുന്ന 2 റൈറ്റിൽ പോയാൽ ഹി ബിക്കം -2. സോ ഓൾറെഡി ഇവിടെ 2 ഉണ്ട്, ആൻഡ് 1 + 1 2 ആയിട്ട് മാറിയ ഒരു -2 വരും. 2 - 2 0 ആയി പോയി. സോ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായി മാറും, അത് 0 ആയിട്ട് പോകും. കുഴപ്പമില്ല. ബാക്കി എന്തുണ്ടോ, ഞാൻ ബാക്കി നോക്കുമ്പോൾ ഇവിടെ ബാക്കിയുള്ളത് x² - 2x y² - 2y, വേറെ ആരും തന്നെ ഇല്ല. സോ വിച്ച് ഇംപ്ലൈസ് x² - 2x പ്ലസ് y² - 2y = 0. അപ്പോൾ ഇനി സംശയം ഉണ്ടല്ലോ, ഓക്കെ, വേണം ഒന്നുകൂടി എഴുതാം, ഒറ്റ സ്റ്റെപ്പ് ചെയ്താൽ മതി, എന്തിനാ വെറുതെ അല്ലേ. x² - 2x പ്ലസ് y² - 2y. അച്ഛാ നോക്കിയേ, 1 + 1 2 = 2. ഈ കാണുന്ന +2 ഇവിടെ പോയപ്പോൾ -2 2 - 2 0 കേട്ടോ. അങ്ങനെയാണ് ഈ കാണുന്ന 0 വന്നത്. ഓക്കെ, ഇനി അംശം ഉണ്ടാവില്ല. ഞാനൊന്ന് ഓർഡർ എഴുതുമ്പോൾ ആദ്യം x² എഴുതും, പിന്നെന്താ, പിന്നെ ഞാൻ നേരെ y² എഴുതും, പിന്നെ -2x - 2y = 0. ഇങ്ങനെയാണ് പൊതുവെ എഴുതുക. ആദ്യം x² ഇടും, പിന്നെ y² ഇടും, പിന്നെ x ഇടും, പിന്നെ y ഇടും, പിന്നെ കോൺസ്റ്റൻസി ഉണ്ടെങ്കിൽ കോൺസ്റ്റൻസി ഇടും = 0. ഇതാണ് നമ്മൾ പൊതുവെ എഴുതുന്നൊരു ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ. നമ്മൾ അതിനെപ്പറ്റി വളരെ വിശദമായി പിന്നീട് പഠിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ പോകുന്നു ഇതിന്റെ തന്നെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക്. സർക്കിൾ ഇക്വേഷൻ പറഞ്ഞു ചോദിക്കട്ടെ, ഞാൻ സെന്റർ 0 0 ആക്കി, h,k ഉണ്ടല്ലോ 0 0, which means സെന്റർ ഒറിജിൻ ആയിട്ട് വരുന്ന സർക്കിളിന്റെ ഇക്വേഷൻ എന്ത്, h0 ആണ്, k0 ആണ്. ഈ കിടക്കുന്ന h0 k0 ഓടിപ്പോയിട്ട് h-നും k-ക്കും 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, x - 0² പ്ലസ് y - 0² = r². x - 0 x ആണെന്ന് അറിയാലോ, അതായത് x² പ്ലസ് y² = r². ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ സെന്റർ ഒറിജിൻ. ഒറിജിനിൽ സെന്റർ വരുന്ന സർക്കിളിന്റെ ഇക്വേഷൻ x² പ്ലസ് y² = r². നേരെ പോകുന്നു മക്കളെ അടുത്ത കാര്യങ്ങളിലേക്ക്. ഇവിടെ എന്താ പറയുന്നത്, സർക്കിളിന്റെ ഇക്വേഷൻ സെന്റർ 0 0യും അതുപോലെ തന്നെ റേഡിയസ് 1 ആണെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ വേറെ ഒന്നുമല്ല, x² പ്ലസ് y² = 1. ഈ സർക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സർക്കിൾ. ഓക്കെ, റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ, റേഡിയസ് 1 ആയിട്ട് വരുന്നുണ്ട്, അതാണ് നമ്മൾ പറയുന്ന യൂണിറ്റ് സർക്കിൾ. നമ്മൾ ഒരുപാട് തവണ ഈ കാണുന്ന വാക്ക് നമ്മുടെ ട്രിഗണോമെട്രി ചാപ്റ്ററിൽ യൂസ് ചെയ്തിട്ടുണ്ടോ, ഓർമ്മ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നേരെ പോയി നെക്സ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം.
the circle whose equation is x square plus y minus 1 whole square equal to 2 has the center. Oh, അശാൻ ഇവിടെ ഇക്വേഷൻ ഉണ്ട്. എന്താ വേണ്ടേ? സെൻറ്റർ വേണം. ഇക്വേഷൻ ഉണ്ട്, എന്ത് വേണം? സെൻറ്റർ വേണം. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കമ്പയർ ചെയ്യുന്നു ഏതുമായിട്ട്? അറിയാവുന്ന ഇക്വേഷനുമായിട്ട്. സോ നമുക്കറിയാം സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ഒന്ന് കമ്പയർ ചെയ്താൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അയ്യോ ഇവിടെ സ്ക്വയർ ഒറ്റയ്ക്ക, ഇവിടെ ആരും ഇല്ല, ഇപ്പം എന്ത് ചെയ്യും മക്കളെ? ഒറ്റയ്ക്കുള്ളവന് തുണ എപ്പോഴും ആരാ? 0. സോ എക്സ് മൈനസ് 0 ദി ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ദി ഹോൾ സ്ക്വയർ ഈക്വൽസ് ടു. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ എന്താ? ഇപ്പൊ നമ്മുടെ എക്സിൽ കൂട്ടുണ്ട്, എക്സ് ഒറ്റയ്ക്കല്ല. ഇനി കമ്പയർ ചെയ്താൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ പറയുന്ന എക്സ് പൊളിച്ചു, മൈനസ് ഗംഭീരം. അപ്പോൾ എന്താ? എച്ച് എന്തായിരിക്കും? എച്ച് 0 ആയിരിക്കും. ആൻഡ് അടുത്ത കെ വേണം കേട്ടോ. നമുക്കൊന്ന് നോക്കാം. ഈ പറയുന്ന വൈ സെയിം ആണ്, മൈനസ് ഗംഭീരം അല്ലേ. അവസാനമായിട്ട് എന്തുണ്ട്? 1ഉം കെയും ഉണ്ട്. അതായത് 1 ഈക്വൽ ടു കെ അല്ലെങ്കിൽ കെ ഈക്വൽ ടു 1. Therefore center is h, k അഥവാ 0,1. ഇത്രേ ഉള്ളൂ. ഇനി റേഡിയസ് വേണം എങ്കിൽ റേഡിയസ് ആർ സ്ക്വയർ എന്താ? അത് 2 ആണ്. ആർ സ്ക്വയർ 2 ആണ്. ആർ എന്ന് പറഞ്ഞാൽ √2 ആണ്. √2 യൂണിറ്റ്സ് ആണ് ഇതിന്റെ റേഡിയസ് ആയിട്ട് വരുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ ചോദ്യം. അവസാനിച്ചു. അടുത്തേക്ക് പോവാം. ഫൈൻഡ് ദി സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ ഗിവൺ ബൈ എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ദി ഹോൾ സ്ക്വയർ ഈക്വൽസ് 36. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതൊരു എൻസൈഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആദ്യമായിട്ട് തന്നെ ഇത് ജനറലി ചെയ്ത് പോകുന്നു. ആൻഡ് ദെൻ ചെറിയ ട്രിക്കുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരും. ട്രിക്ക് ഉണ്ട് ഇതിന്, ചിന്ന ട്രിക്ക്. അപ്പോൾ ആദ്യമായിട്ട് നോക്കുന്നു ഞാൻ എക്സ് മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഒന്ന് കമ്പയർ ചെയ്താൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അയ്യോ ഇവിടെ മൈനസിലൂടെ പ്ലസ്സാ, ഇവിടെ പക്ഷെ മൈനസ് അല്ലേ, അപ്പൊ എനിക്ക് ഇവിടെയും മൈനസ് ആകണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ആക്കണം. നമ്മൾ എന്ത് ചെയ്യും മക്കളെ? നമ്മൾ നേരെ തന്നെ മൈനസ് ആക്കി മാറ്റി. വിച്ച് മീൻസ് നോക്കൂ, എക്സ് മൈനസ് 5 ദി ഹോൾ സ്ക്വയർ. കുഴപ്പമില്ല, കാരണം എന്താ? നെഗറ്റീവ് പ്ലസ് ആയി മാറി. സംശയമുള്ളവർ പേടിക്കണ്ട, ചെറിയ ട്രിക്ക് ഉണ്ട്, ഞാൻ ട്രിക്ക് പറയാം ഇത് കഴിഞ്ഞോ. പ്ലസ് അടുത്താൾ കുഴപ്പമില്ല, മൈനസ് തന്നെയാണ്. വൈ മൈനസ് 3 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 36. ഏതിന്റെ സ്ക്വയറാ? 6ന്റെ സ്ക്വയറാ, 6ന്റെ സ്ക്വയർ. അല്ലെങ്കിൽ ഈ 6 അല്ലാട്ടാ, 6 6 സ്ക്വയർ കിട്ടി. ഓൺ കമ്പയറിംഗ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ ദാറ്റ് രണ്ട് ഭാഗത്തും എക്സ്. ഓക്കെ, ആൻഡ് യുനോ എന്തിനാ ഇവനെ മാർക്ക് ചെയ്ത്? ഇവൻ വേണ്ട, കഴിഞ്ഞല്ലോ. അടുത്ത് മൈനസ് എച്ച് എന്തായിരിക്കും? എച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ -5 ആയിരിക്കും. കിട്ടി. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, അത് -5 ആണ്. ആൻഡ് കെ എന്ന് പറഞ്ഞാൽ ആരാ? ഒന്ന് കമ്പയർ ചെയ്താൽ വൈ പൊളിച്ചു, മൈനസ് ഗംഭീരം. ഈ കാണുന്ന കെ എന്തായിരിക്കും? കെ എന്ന് പറയുന്നത് 3 ആണെന്ന് മനസ്സിലായി. കെ ഈക്വൽ 3. Therefore center is -5,3 and radius r equal to എന്താ റേഡിയസ് മക്കളെ? ആർ സ്ക്വയർ 6ന്റെ സ്ക്വയർ. അപ്പൊ ആർ എന്തായിരിക്കും? ആർ എന്ന് പറഞ്ഞാൽ അത് 6 ആയിരിക്കും. ആർ ഇക്വൽ ടു 6 അഥവാ √36. അത് നമുക്കറിയാം, അത് 6 ആണെന്ന് അറിയാൻ കഴിയും. 6 യൂണിറ്റ്സ്. ഇത്ര മാത്രമാണ് ചോദ്യം. ഇനിയിപ്പോൾ ചോദിക്കേണ്ടത്, അശാൻ എന്താണ് താങ്കൾ ആ ഒളിപ്പിച്ച ട്രിക്ക്? താങ്കളുടെ ട്രിക്ക് എന്താണെന്ന് അല്ലേ? ഇത്ര മാത്രമേ ഉള്ളൂ. സെന്റർ എഴുതാൻ വേണ്ടി നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്ര മാത്രം മക്കളെ. ഇവിടെയുള്ള നമ്പർ ഏതാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ എഴുതുക. എക്സിൻ്റെ ഒപ്പമുള്ളത് നമ്മൾക്കറിയാം എക്സ് കോർഡിനേറ്റും, വൈയുടെ ഒപ്പം എന്താണ്? അത് വൈ കോർഡിനേറ്റുമാണ് സെന്ററിന്റെ, അറിയാലോ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് കാണാൻ വേണ്ടി ഇത്ര മാത്രം. എക്സിന്റെ ഒപ്പം നിൽക്കുന്നവൻ ആരോ? +5. അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ ഏതാ? -5. അത് എഴുതാം. കഴിഞ്ഞു. ഇവിടെയോ
വൈ കോർഡിനേറ്റിന് വേണ്ടി വൈയോടൊപ്പം ആരാ -3, ഓപ്പോസിറ്റ് സൈൻ +3. So the answer is -5,3. Answer is -5,3. One step, നിറയെ സ്റ്റെപ്പ്. മാർക്ക് കിട്ടോ? മാർക്ക് കിട്ടും. ബിക്കോസ് 1 മാർക്കാണ്. എന്തായാലും മാർക്ക് കിട്ടും 100%. സംശയം ഉണ്ടോ? നോക്കാം ഒന്നുകൂടി പിടിച്ചോ. x + 1 the whole square plus y + 9 the whole square equal to 49. എന്താണ് സെന്റർ? എക്സ് കോർഡിനേറ്റും വേണം വൈ കോർഡിനേറ്റും വേണം സെന്ററിന്റെ. എന്ത് ചെയ്യും? എക്സ് കോർഡിനേറ്റിന് വേണ്ടി എക്സിനെ എടുത്തു. എക്സിന്റെ ഒപ്പം +1 നേരെ ഓപ്പോസിറ്റ് സൈൻ -1 പരിപാടി കഴിഞ്ഞു. വൈയുടെ ഒപ്പം +9 നേരെ ഓപ്പോസിറ്റ് സൈൻ -9 പരിപാടി കഴിഞ്ഞു. -1, -9. ഇത്ര മാത്രമാണ് ചോദ്യം വരുന്നത്. ഏറ്റവും ഗംഭീരമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ. ആൻസർ അവിടെ സാധിച്ചു എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇംപ്രൂവ്മെന്റ് 2023 പോകുന്നു. കൺസിഡർ സർക്കിൾ centered at 3,0 and touches y-axis at origin. Find the radius of the circle. Find the equation of the circle. എന്താ പറയുന്നത്? ഒരു സർക്കിൾ ഉണ്ട്. നമ്മുടെ സർക്കിളിന്റെ സെന്റർ x ആക്സ് y ആക്സ് കേട്ടോ. ഇതാണ് സർക്കിളിന്റെ സെന്റർ. സർക്കിളിന്റെ സെന്റർ അറ്റ് 3,0. 3,0 ആണ് സർക്കിളിന്റെ സെന്റർ. സെന്റർ അറ്റ് 3,0. പിന്നെ and touches the y-axis at origin. നമ്മുടെ സർക്കിൾ y ആക്സിനെ ടച്ച് ചെയ്യും. കട്ടല്ല, ടച്ച്, കൂട്ടിമുട്ടും. എവിടെ? ഒറിജിനിൽ. അങ്ങനെയാകുമ്പോൾ മക്കളെ നമുക്കിത് ഇങ്ങനെ മാത്രമാണ് സർക്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. കണ്ട, ഇതാണ് സർക്കിൾ. ഈ കാണുന്ന സർക്കിളിന്റെ സെന്റർ 30. നമ്മുടെ സർക്കിൾ y ആക്സിനെ ടച്ച് ചെയ്തു, കൂട്ടിമുട്ടി. ഇവിടെ അറ്റ് ഒറിജിൻ. y ആക്സിനെ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? അറ്റ് ദി ഒറിജിനിൽ. അതായത് 0,0 ടച്ച് ചെയ്യുക. 0,0 അതാണ് ഒറിജിന്റെ മീൻ കേട്ടോ. 0,0. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, വളരെ വ്യക്തമായിട്ട് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഈ കാണുന്ന സർക്കിളിന്റെ റേഡിയസ് എന്തായിരിക്കും? ഇതാണല്ലോ റേഡിയസ്. സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഏതെങ്കിലും ഒരു എൻഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നവൻ റേഡിയസ്. ഇതാണ് റേഡിയസ്. ഈ കാണുന്ന റേഡിയസിന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും മക്കളെ? ഈ കാണുന്ന പോയിന്റ് 0,0, ഈ കാണുന്ന പോയിന്റ് 30, വിച്ച് മീൻസ് ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം അത് 3 ആണ്. ഹോപ്പ് യു ഓൾ നോ. സോ വളരെ ഈസി എന്ന് പറയാൻ പറ്റി. ഈ കാണുന്ന റേഡിയസിന്റെ ഡിസ്റ്റൻസ് 3 ആണെന്ന് പറഞ്ഞു. r = 3. പിന്നെ h, k സെന്റർ നമുക്കറിയാം 3,0. ചോദ്യം വായിക്കാം. ഫൈൻഡ് ദി റേഡിയസ് ഓഫ് സർക്കിൾ 3 യൂണിറ്റ്സ്. കഴിഞ്ഞു. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സർക്കിൾ. എന്താ? x - h whole square. Equation is x - h the whole square plus y - k the whole square equal to r square, which implies x minus h എന്ന് പറഞ്ഞാൽ അത് മക്കളെ കമ്പയർ ചെയ്താൽ പറയാൻ പറ്റും h it is same as 3 and k it is same as 0. So x minus 3 the whole square plus y minus 0 it is y square equal to radius എന്ന് പറഞ്ഞാൽ മക്കളെ 3 ആണ്. 3 square 9. That's all. നിങ്ങളൊന്ന് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. അതായത് x square minus 6x plus 9 plus y square equals 9 എന്ന് കിട്ടും. ആൻഡ് ദെൻ സോൾവ് ഇറ്റ് ഗൈസ്. ഇത്ര മാത്രമാണ് ചോദ്യം വരുന്നത്. നമ്മൾ നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റനിലേക്ക്. എല്ലാവർക്കും ഏറ്റവും ഗംഭീരമായിട്ട് കാണുന്ന എല്ലാ ക്വസ്റ്റനും മനസ്സിലാവുന്നുണ്ട് പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് ഇൻ ദി സ്ക്വയർ മെത്തേഡ്. ഇതെന്തിനാ ഇവിടെ പഠിക്കുന്നുണ്ട്? നമ്മൾക്ക് ഇങ്ങനെ ചോദ്യം വരുമ്പോൾ ഇത് 3 മാർക്കിനാണെങ്കിൽ കംപ്ലീറ്റ് ഇൻ ദി സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യണം. 1-2 മാർക്കിനാണെങ്കിൽ ട്രിക്ക് ഉണ്ട്. പക്ഷെ 3 മാർക്കാണെങ്കിൽ മക്കളെ നമ്മൾ കംപ്ലീറ്റ് ഇൻ ദി സ്ക്വയർ മെത്തേഡ് വെച്ച് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ഇങ്ങനെ ഇക്വേഷൻ തരും. x square plus y square minus 4x minus 8y minus 45 equal to 0. x square ഉണ്ടാകും, y square ഉണ്ടാകും, x-ന്റെ ടേം ഉണ്ടാകും, y-യുടെ ടേം ഉണ്ടാകും, കോൺസ്റ്റന്റ് ഉണ്ടാകും, ഇത്ര പേരുണ്ടാകും, equal to 0. അങ്ങനെയാണെങ്കിൽ അശാൻ എന്താണ് സെന്റർ, എന്താണ് റേഡിയസ്? ആണ് ചോദ്യം. ഇവനെ നമുക്ക് x minus h the whole square, നമ്മളുടെ പഠിച്ച നമ്മുടെ പ്രിയപ്പെട്ട സർക്കിളിന്റെ ഇക്വേഷൻ അറിയാലോ. x minus h the whole square plus y minus k the whole square equal to r square. എനിക്ക് ഈ ഫോർമാറ്റിലേക്ക് മാറ്റണം.
അതാണ് എ. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ വേണ്ടി പോകുന്നു. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ദി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, മേക്ക് ഷുവർ ദാറ്റ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആൻഡ് വൈ സ്ക്വയർ ഇസ് 1. ഇവിടെയുള്ള എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെയും കോഎഫിഷ്യന്റ് 1 ആക്കി മാറ്റാം. അതാണ് ഫസ്റ്റ് ടൈം എല്ലാവരും ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി. എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെയും കോഎഫിഷ്യന്റ് 1 ആക്കി മാറ്റാം. അൺഫോർച്ചുനേറ്റ്ലി എന്താണ് ഇവിടെ എക്സ് സ്ക്വയറിന്റെ 1 ആണ്, വൈ സ്ക്വയറിന്റെ 1 ആണ്. അപ്പൊ ചോദിക്കാനായിട്ട് ഇവിടെ അച്ഛാൻ താങ്കൾ ഇവിടെ എക്സ് സ്ക്വയർ മാത്രമാണ് പറഞ്ഞേക്കുന്നത്. അതായത് അത് ഒരാളെ മാത്രം ഹോൾ സ്ക്വയർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാക്കി പോകുന്നു കേട്ടോ, ഒന്നിച്ചാക്കി പോവാം. അപ്പോൾ എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെയും കോഎഫിഷ്യന്റ് 1 ആക്കാം. ഞാൻ ആക്കി. 1 അല്ലെങ്കിലോ 1 ആക്കണം കേട്ടോ. 1 അല്ലാത്ത ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ. ചെയ്യാം, പേടിക്കണ്ട. ഇവിടെ 1 ആണ് ചെയ്തു. അപ്പോൾ എക്സ് സ്ക്വയർ എഴുതി. ഞാൻ ഉണ്ടല്ലോ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടേ, പിന്നെ എക്സിന് ടേം എഴുതാം, അതായത് -4x. പിന്നെ വൈ സ്ക്വയർ, വൈയുടെ ടേം -8y ആൻഡ് ദെൻ -45 ഞാൻ ഒന്ന് ഗ്രൂപ്പ് ചെയ്താൽ വേറെ ഒന്നുമല്ല. എനിക്കിത് ഇവനെയാണ് ഞാൻ എക്സിന്റെ ഹോൾ സ്ക്വയറും ഇവനെയാണ് ഞാൻ വൈയുടെ ഹോൾ സ്ക്വയറുമാക്കി എഴുതാൻ വേണ്ടി പോകുന്നത്. അതിലേക്കാണ്. അതിനു വേണ്ടി ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കാം. ഞാൻ ഇവനെ ഹോൾ സ്ക്വയർ ആക്കാൻ പോകുന്നു കേട്ടോ. ഇവനെ ഹോൾ സ്ക്വയർ ആക്കാൻ വേണ്ടി ഇവിടുത്തെ വേരിയബിൾ എക്സ് ആണ്. അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ്, എക്സിന്റെ മുമ്പിലെ വില 4. എക്സിന്റെ മുമ്പിലെ വില 4. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക, ഡിവൈഡർ ബൈ 2 ചെയ്യാം. അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് എടുത്തു, ഡിവൈഡർ ബൈ 2 ചെയ്തു. ഇവനെ സ്ക്വയർ ചെയ്യാം, 4. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കാണുന്ന 4 ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. സോ നോക്കിയേ, എക്സ് സ്ക്വയർ -4x. ഞാനിതാ മക്കളെ ഇപ്പോൾ തന്നെ പറഞ്ഞ 4 ആഡ് ചെയ്തു, 4 സബ്ട്രാക്ട് ചെയ്തു, കഴിഞ്ഞു. സിമിലർലി ഞാൻ നേരെ വൈയിലേക്ക് പോകുന്നു. വൈ സ്ക്വയർ -8y. നോക്കിയേ, വൈയുടെ കോഎഫിഷ്യന്റ് 8. 8നെ ഡിവൈഡർ ബൈ 2, എന്താണോ കോഎഫിഷ്യന്റ് അതിനെ ബൈ 2 ചെയ്യുക. 4 അതിനെ സ്ക്വയർ ചെയ്യുക. 16 നമ്മൾ എന്ത് ചെയ്യുന്നു, 16 നമ്മൾ ആഡ് ചെയ്യുന്നു, 16 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. ഇതാ +16 -16 ആൻഡ് വി ഹാവ് ഒരു -45 ബാക്കിയുണ്ട്. ഞാൻ നേരെ എന്ത് ചെയ്യുന്നു മക്കളെ, -45. ഇപ്പൊ എന്നോട് ചോദിക്കും ഓട്ടോമാറ്റിക്കലി, അശാൻ ഇവിടെ മൈനസ് ഉണ്ടല്ലോ, അപ്പോ -4 അല്ലേ വേണ്ടേ? ചിഹ്നത്തിന് പ്രാധാന്യമില്ല. എക്സിന്റെ കോഎഫിഷ്യന്റ് നമ്പർ മാത്രം മതി കേട്ടോ. നമുക്ക് എന്താണ് ചിഹ്നത്തിനോട് ഇമ്പോർട്ടൻസ് വരുന്നില്ല. കാരണം എന്തായാലും സ്ക്വയർ ചെയ്യുമ്പോൾ ഹി ബിക്കം പോസിറ്റീവ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ചിഹ്നത്തിന്റെ ഇമ്പോർട്ടൻസ് വരാത്തത്. ഇനി നിങ്ങൾക്ക് ചിഹ്നം വേണമെങ്കിൽ ചിഹ്നം എടുത്തോളൂ, അതൊന്നും പ്രശ്നമല്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണ് വേണമെങ്കിൽ ചിഹ്നം വെച്ച് പറഞ്ഞോളൂ, അതൊന്നും പ്രശ്നമല്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചിഹ്നമില്ലാതെ പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. മൂവിങ് ഓൺ. ഞാൻ ഈ കാണുന്ന 3 ടേമിൽ ഗ്രൂപ്പ് ചെയ്തു. എക്സ് സ്ക്വയർ -4x + 4. സിമിലർലി വൈക്ക് വേണ്ടി വൈ സ്ക്വയർ -8y + 16 ഞാൻ ഗ്രൂപ്പ് ചെയ്തു. ഓരോന്നിനും ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ ഗൈസ് നോക്കുമ്പോൾ എക്സ് സ്ക്വയർ ഏത് നമ്പറിന്റെ സ്ക്വയറാ, എക്സിന്റെ എഴുതി. സെക്കൻഡ് ടേം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, നെഗറ്റീവ്, ഞാൻ -ഇട്ടു. തേർഡ് ടേം 4 അത് ഏതിന്റെ സ്ക്വയറാ, 2ന്റെ സ്ക്വയർ എഴുതി, x -2 ഹോൾ സ്ക്വയർ. നിങ്ങൾ നോക്കിക്കോളൂ, x -2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് x സ്ക്വയർ -4x + 4 ആയിരിക്കും. നോക്കിക്കോ, അത് ആൻസർ കിട്ടാം. ഇനി -4 ചുള്ളൻ ഇവിടെ ബാക്കിയുണ്ട്, ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇയാൾ ഒറ്റയ്ക്ക് നോട്ട് കുഴപ്പമില്ല. ഞാൻ അടുത്ത ആളിലേക്ക് പോകുന്നു. സെയിം പോലെ തന്നെ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതിന്റെ സ്ക്വയർ, വൈയുടെ സ്ക്വയർ. ഇവിടെ മൈനസ് ഉണ്ട്, സെക്കൻഡ് ടേം നെഗറ്റീവ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ്. ഇനി സെക്കൻഡ് ടേം പോസിറ്റീവ് ആയിരുന്നെങ്കിലോ, പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. തേർഡ് ടേം 16 ഏതിന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ എഴുതി, 4. ഇവിടെ ആരുണ്ട്, ഇവിടെ നോക്കുമ്പോൾ -16 ഉണ്ട്. അശാൻ -4 -16 -45. -4 -16 ഇറ്റ് ഈസ് -20. ഓക്കെ അല്ലേ? -20യോടൊപ്പം
minus 45. Hope you all know it is same as minus 65 എന്ന് കിട്ടി. minus 65 അപ്പുറം പോയി. He become plus 65. That's all guys. കമ്പയർ ചെയ്യുക. അതേ നമ്മൾ നേരത്തെ പഠിച്ച സെയിം ഫോർമാറ്റിൽ നിന്നാണ് എനിക്ക് ഇവന് കിട്ടിക്കഴിഞ്ഞു. ജസ്റ്റ് ബൈ കമ്പാരിസൺ വി ക്യാൻ സേ ദാറ്റ് ഇതിന്റെ സെന്റർ വേറെ ഒന്നുമല്ല. സെന്റർ എക്സ് കോർഡിനേറ്റ് എക്സിനോടൊപ്പമുള്ള നമ്പർ -2, ചിഹ്നം മാറ്റ +2. വൈനോടൊപ്പമുള്ളത് -4, ചിഹ്നം മാറ്റ +4. സോ -2 ഇവിടെ -4 ആയിരുന്നെങ്കിൽ നേരെ ഓപ്പോസിറ്റ് 2,4. ആൻഡ് റേഡിയസ് r square equal to 65, which implies r equal to √65. ഇങ്ങനെയാണ് നമുക്ക് ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. എല്ലാവർക്കും ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഏറ്റവും ഗംഭീരമായിട്ട് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾ വേണമെങ്കിൽ ഇവൻ എക്സ്പാൻഡ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇത് കിട്ടും. ഇത് ഫുൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവന് കിട്ടുന്നതായിരിക്കും. ഇതിന് എക്സ്പാൻഡ് ചെയ്താൽ y -4 ഹോൾ സ്ക്വയർ ഇറ്റ് ഇസ് സെയിം ആസ് y സ്ക്വയർ -8y + 16 എന്ന് പറയാൻ വേണ്ടി സാധിക്കും. എല്ലാവരും ഓക്കെയാണ്, എല്ലാവരും ഹാപ്പിയാണ്. നേരെ പോകും നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. മാർച്ച് 2023. ഫൈൻഡ് ദി സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഈ കാണുന്ന ഇക്വേഷന്റെ സെന്ററും വേണം റേഡിയസും വേണം. ഞാൻ വളരെ വേഗത്തിൽ ചെയ്യും കേട്ടോ. നോക്കിയേ, എക്സ് സ്ക്വയർ ആദ്യം ഗ്രൂപ്പ് ചെയ്യുന്നു. x², പിന്നെ എക്സിന്റെ ടേം 8x, അടുത്ത y², വൈയുടെ ടേം 10y -8 = 0. എനിക്ക് ഇവനെ ഹോൾ സ്ക്വയർ ആക്കാൻ വേണ്ടി എക്സിന്റെ കോഎഫിഷ്യന്റ് 8/2 ചെയ്തു, 4 സ്ക്വയർ ചെയ്തു, 16. എന്ത് ചെയ്യണം? 16 നമ്മൾ ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. സോ x² + 8x, ഇത് നമുക്കുള്ള 16 ആഡ് ചെയ്തു, 16 സബ്ട്രാക്ട് ചെയ്തു. അടുത്ത് y² + 10y, വൈയുടെ കോഎഫിഷ്യന്റ് 10 അല്ലേ? ഞാൻ എന്ത് ചെയ്തു? 10 എടുത്തു, അതിനെ /2 ചെയ്തു, 5, അതിനെ സ്ക്വയർ ചെയ്തു, 25. അപ്പോൾ 25 നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. സോ y² + 10y, ഇതാ മക്കളെ 25 ഞാൻ ആഡ് ചെയ്തു, 25 ഞാൻ സബ്ട്രാക്ട് ചെയ്തു. ഇനി ആര് ബാക്കിയുണ്ട്? ഒരു -8 കൊണ്ട് ബാക്കിയുണ്ട്. സോ -8 = 0. ഫസ്റ്റ് 3 ടേംസ് ഗ്രൂപ്പ് ചെയ്തു. ഇപ്പം എന്ത് കിട്ടും? ഹീസ് നത്തിങ് ബട്ട് ക്ലാസ്. ഒന്നാമത്തെ ആള് x², അത് ഏതിന്റെ സ്ക്വയർ? എക്സിന്റെ സ്ക്വയർ. സോ x എഴുതി. സെക്കൻഡ് ടേം എന്താ റെസ്പോൺസിബിലിറ്റി? ഇവിടെ നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ആണ്? പോസിറ്റീവ്. അതുകൊണ്ട് എന്ത് എഴുതി? നമ്മൾ പോസിറ്റീവ്. തേർഡ് ടേം 16 ഏതിന്റെ സ്ക്വയർ? 4ന്റെ സ്ക്വയർ. സോ 4 ദി ഹോൾ സ്ക്വയർ. -16 ചുളൻ അവിടെ നോട്ടെ. ഇവിടുത്തെ -25 ഉണ്ടോ, -8 ഉണ്ടോ? കുഴപ്പമില്ല കേട്ടോ. ഞാൻ എന്താ നേരത്തെ രണ്ടാമത്തെ 3 ടേം ഗ്രൂപ്പ് ചെയ്തു. സെക്കൻഡ് 3 ടേംസ് y², അതിന്റെ ഏതിന്റെ സ്ക്വയർ? വൈയുടെ സ്ക്വയർ. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ് 25, 5ന്റെ സ്ക്വയർ ആണ്, 5 ദി ഹോൾ സ്ക്വയർ. ഇനി -16 -25 -8. ഗൈസ്, -16 -25 it is same as -41. -41 -8 it is -49. -49 റൈറ്റിൽ പോയി കഴിഞ്ഞാൽ അത് +49. സോ വളരെ സിമ്പിൾ. എന്താ സെന്റർ? എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഒപ്പമുള്ള നമ്പർ ഉണ്ടല്ലോ, ചിഹ്നം മാറ്റ +4 ആണ്, അതുകൊണ്ട് -4. ഇവിടെയോ +5 ആണ്, അതുകൊണ്ട് -5. റേഡിയസ് മക്കളെ r² 49 ആണ്. സോ r എത്രയാണ്? √49. ആൻസർ 7. സിമ്പിൾ പരിപാടി. ഓക്കെ. മാർച്ച് 2009 ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഇവന്റെ സെന്ററും കാണും, ഇവന്റെ റേഡിയസും കാണണം. അച്ഛാ, ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞിരുന്നത്? മേക്ക് ഷുവർ ദാറ്റ് കോഎഫിഷ്യന്റ് ഓഫ് x² ആൻഡ് y² is 1. x²നെയും y²നെയും കോഎഫിഷ്യന്റ് 1 ആക്കണം. എന്നിട്ട് വേറെ എന്ത് പരിപാടിയുള്ളൂ. ഇവിടെ എന്താ? ഇവിടെ 1 ആണോ? അല്ല, ഇവിടെ 2 ആണ്. അപ്പൊ ആ കാണുന്ന 2 നമുക്ക് എന്താക്കണം? 1 ആക്കണം. ആ 2നെ 1 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എന്താണോ കോഎഫിഷ്യന്റ് നമ്മൾ അതുകൊണ്ട് ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്യണം. എന്താണോ കോഎഫിഷ്യന്റ് നമ്മൾ അതുകൊണ്ട് ഓരോ ടേമിനെയും. അപ്പൊ 2 ആണ് കോഎഫിഷ്യന്റ്. ഇപ്പൊ എന്ത് ചെയ്തു? 2 കൊണ്ട് നമ്മൾ ഇതിനകത്തുള്ള ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്തു. സോ 2x² /2 + 2y² /2 -x/2 = 0/2. എല്ലാത്തിനെയും /2 ചെയ്തു. ഇതാ മക്കളെ 2 ും 2 ക്യാൻസൽ ആയി. അടിപൊളി.
2 into ക്യാൻസൽ ആയി പോയി. ബാക്കി എഴുതുമ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് ബൈ 2 ഈക്വൽ ടു 0/2. ഇറ്റ് ഈസ് 0. ഒന്ന് ഗ്രൂപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റും ഇറ്റ് ഈസ് സെയിം ആസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. നമ്മളുടെ ഈ കാണുന്ന സ്ഥലത്ത് കംപ്ലീറ്റ് ഇൻ ദി സ്ക്വയർ അപ്ലൈ ചെയ്യുന്നു. എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബൈ 2 നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോൾ സ്ക്വയർ ആക്കി മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്ത് ചെയ്യണം? പക്ഷേ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താ? എക്സിന്റെ ഒപ്പം ഉള്ളത് 1/2. കണ്ടോ? അതാണ് മിസ്റ്റേക്ക്. ഇവിടെ ബൈ 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് 1/2. സോ എക്സിന്റെ കോഎഫിഷ്യന്റ് 1/2. ഇതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 1/2ന്റെ പകുതി 1/4. 1/4ന്റെ സ്ക്വയർ 1/16. നമ്മൾ എന്ത് ചെയ്തു? 1/16 നമ്മൾ ആഡ് ചെയ്യുന്നു. നമ്മൾ 1/16 എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ചെയ്യുന്നു. സോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബൈ 2 പ്ലസ് 1/16 മൈനസ് 1/16 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. ഇതാ ഫസ്റ്റ് 3 ടേംസ് ഗ്രൂപ്പ് ചെയ്തു. ഇവിടുന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഇറ്റ് ഇസ് സെയിം ആസ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതിന്റെ സ്ക്വയർ? എക്സിന്റെ സ്ക്വയർ. അടുത്ത നെഗറ്റീവ് പോസിറ്റീവാ? ഇവൻ നെഗറ്റീവ്, അതുകൊണ്ട് മൈനസ്. മൂന്നാമത്തെ ആൾ 1/16 ഏതിന്റെ സ്ക്വയർ? 1/4ന്റെ സ്ക്വയർ. സോ 1/4 ദി ഹോൾ സ്ക്വയർ. ഇനി മക്കളെ ഇവിടെ വൈ സ്ക്വയർ മാത്രം ബാക്കി പ്ലസ് വൈ സ്ക്വയർ. അവിടെ ഹോൾ സ്ക്വയർ ആക്കാൻ ഇല്ല കേട്ടോ. വൈ മൈനസ് സംതിങ് ഹോൾ സ്ക്വയർ ആക്കാൻ ഇല്ല. കാരണം എന്താ? വൈയുടെ ടേം ഇല്ല. വൈ സ്ക്വയർ മാത്രമേ ഉള്ളൂ. വൈയുടെ പവർ 1 ആയിട്ട് വരുന്ന ടേം ഒന്നും തന്നെ ഇല്ല കേട്ടോ. അതുകൊണ്ട് നമുക്കെന്താണ് ഹോൾ സ്ക്വയർ ആക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്തുണ്ട്? മൈനസ് 1/16 അപ്പുറം പോയി അത് പ്ലസ് 1/16 ഈക്വൽ ടു 1/16. വളരെ വ്യക്തമായിട്ട് എന്താ സെന്റർ? സെന്റർ എന്ന് പറഞ്ഞാൽ ഗൈസ് എക്സിന്റെ ഒപ്പമുള്ളവൻ മൈനസ് 1/4 ചിഹ്നം മാറ്റാ പ്ലസ് 1/4. വൈയുടെ പാര വൈയുടെ ഒപ്പം 0 ആരുമില്ല ചിഹ്നം മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് 0 തന്നെ കഴിഞ്ഞു. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇത് ആർ സ്ക്വയർ ആണ് 1/16 വിച്ച് മീൻസ് ആർ എന്താണ്? 1/√16 അല്ലെങ്കിൽ √1/16 ഇറ്റ് സെയിം ആസ് 1/4. ഇവിടെ കിടക്കുന്നവന്റെ റൂട്ട് എടുക്കുക. അതാണ് നമ്മുടെ കാലത്തെയും റേഡിയസ് എന്ന് പറഞ്ഞാൽ. ഇതാണ് മക്കളെ സർക്കിളിന്റെ h, സെന്റർ ആൻഡ് റേഡിയസ് ആർ ആയിട്ടുള്ള ഫോമിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ നേരെ പോകുന്നു. ജനറൽ ഫോം 1 മാർക്കിനാണെങ്കിൽ 2 മാർക്കിനാണെങ്കിൽ ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് ആൻസർ ചെയ്യാം. അതുവനാണ് ഒരു സർക്കിളിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ശ്രദ്ധിക്കണം, ഇവിടെയും എക്സിന്റെയും എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെയും കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. നിർബന്ധമായിട്ടും അത് 1 ആക്കണം. നിർബന്ധമായിട്ടും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx. എക്സിന്റെ ഒപ്പം ആരാണ്? 2g. വൈയുടെ ഒപ്പമോ 2fy പ്ലസ് c ഈക്വൽ 0. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ 0. ഇതാണ് സർക്കിളിന്റെ ജനറൽ ഫോം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ സർക്കിളിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ അത് -g, -f ആണ്. എക്സ് കോർഡിനേറ്റ് അവിടെയാണ് g വരുന്നത്. കണ്ട -g നേരെ ഓപ്പോസിറ്റ്. വൈയുടെ ഒപ്പമാണെന്ത്? എഫ് വരുന്നത് നേരെ ഓപ്പോസിറ്റ് -f. ഓക്കെ, ആൻഡ് റേഡിയസ് എന്ന് പറഞ്ഞാൽ g² + f² - c. ഈ കിട്ടുന്ന ജിയുടെയും എഫിന്റെയും സ്ക്വയർ എടുക്കുക -c ചെയ്യാം. ഇതാണ് സംഭവം. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഇതാണ് മക്കളെ ഐറ്റം. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇലാബറേറ്റ് ചെയ്തു. ഒരുപാട് സ്റ്റെപ്പുകൾ ചെയ്യും. പക്ഷേ ഇവൻ എന്ത് ചെയ്യും? ഞാൻ കുറച്ചും കൂടി വേഗത്തിൽ ചെയ്യുന്നതായിരിക്കും. ട്രിക്ക് ഉപയോഗിച്ചു. ഇതിനും ഇതല്ല ഫോം, ഇതിനും ട്രിക്ക് ഉണ്ട്. നോക്കാം. x² പ്ലസ് y² പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c = 0. ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ x² ഓക്കെ, y² ഓക്കെ. അടുത്ത ആള് 6 എന്ന് പറയുന്നതും 2g എന്ന് പറയുന്നതും സെയിം. എക്സിന്റെ ഒപ്പമുള്ളവൻ ആരോ അതാണ് 2g. എക്സിന്റെ ഒപ്പം ആരാ? 2g ഉണ്ട്, 6 ഉണ്ട്, which implies 2g equal to 6, which implies g equal to മക്കളെ 6/2 3 എന്ന് കിട്ടി. g 3 എന്ന് കിട്ടി. അടുത്ത ആള് മുന്നോട്ട് പോകുന്നു. ഞാൻ നേരെ പോയപ്പോൾ മനസ്സിലായ അടുത്ത ആള് 2f. വൈയോടൊപ്പമുള്ളവൻ 2f. മേലെയോ അത് -4 ആണ്. സോ 2f equal to -4, which implies f എന്താണ്? -4/2 അഥവാ -2 എന്ന് കിട്ടി.
അപ്പോൾ എഫ് -2 G3 ആൻഡ് കോൺസ്റ്റന്റ് സി എത്രയാണ്? സി എന്ന് പറഞ്ഞാൽ അത് -3 ആണ്. അപ്പോൾ ജിയും എഫും എല്ലാം കിട്ടിക്കഴിഞ്ഞു. മക്കളെ നമുക്കറിയാം എന്താ സെന്റർ. സെന്റർ എന്ന് പറഞ്ഞാൽ അത് -G, -F ആണ്. സോ ഗൈസ് ഇവിടെ ജി അറിയാം. സോ -G എന്തായിരിക്കും? ഇവിടെ ഉള്ളവൻ ഏതാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ എടുക്കാം. എന്താ വേണ്ടേ? ഇവിടെ ഉള്ളവൻ ആരാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ. ഇറ്റ് ഈസ് സെയിം ആസ് -3. അടുത്ത് ഇവിടെ ആരാ? എഫ് ആണ്. എഫ് ഏതാ? എഫ് -2 ആണ്. നമുക്ക് ആവശ്യം -F ആണ്. -F കാണാൻ വേണ്ടി ഇത്ര മാത്രമാണ്. ഇവിടെ ഉള്ളവൻ ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ +2. -2 ആണ്. സോ +2 കിട്ടി. റേഡിയസ് എന്ന് പറഞ്ഞാൽ √G² + F² - C. ഇറ്റ് ഈസ് സെയിം ആസ് √. മക്കളെ ഇവിടെയുള്ള ആൾക്കാരുടെ സ്ക്വയർ എടുക്കുക. ഒന്നാമത്തെ ആള് ദേ -G ആണ്. നമുക്കറിയാം ജിയുടെ സ്ക്വയറും -Gയുടെ സ്ക്വയറും എല്ലാം സെയിം ആണ്, അറിയാലോ. അതുകൊണ്ട് -3യുടെ സ്ക്വയർ 9 + F² 2ന്റെ സ്ക്വയർ 4 - C ആരാടാ? സി അറിയാം -3 ആണ്. സോ -3. നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് മാറി. സോ 9 + 4 13 + 3 16 √16. The answer is 4. So സെന്റർ -3 റേഡിയസ് 4. ഇതിൽ സെന്റർ കാണാൻ വേണ്ടിയാണ് ചെറിയ ട്രിക്ക് ഉള്ളത്. ഞാൻ പറയണ ചെറിയ ട്രിക്ക് വളരെ സിമ്പിൾ ട്രിക്ക്. ഒരു 2 സെക്കൻഡിൽ ആൻസർ കിട്ടും. 2 സെക്കൻഡ് പറയും. എൻ്റെ 2 സെക്കൻഡ് അല്ലേ? ദേ കണ്ടോ? 2 seconds. ജസ്റ്റ് 2 seconds. നോക്കാം. അച്ഛാൻ നമുക്കറിയാം സെന്ററിന്റെ എക്സ് കോർഡിനേറ്റ് വേണം. സെന്ററിന്റെ എക്സ് കോർഡിനേറ്റ്. അതിനു വേണ്ടി നിങ്ങൾ ഇതിനകത്തുള്ള എക്സിന്റെ ടേം നോക്കാം. ഇവിടെയുള്ള എക്സിന്റെ ടേം യെസ് കോഎഫിഷ്യന്റ് 6 എടുത്തു. സെന്ററിന്റെ വൈ കോർഡിനേറ്റ് വേണം. അതിനു വേണ്ടി നോക്കിയേ ഇവിടെയുള്ള വൈയുടെ കോഎഫിഷ്യന്റ് -4 അത് എഴുതി. നിങ്ങളുണ്ടല്ലോ ഇവനെ ഡിവൈഡഡ് ബൈ -2 ചെയ്യും. ഇതാണ് സെന്റർ. 6 divided by -2 -3. നെഗറ്റീവ് ക്യാൻസൽ ആയി പോയി. 4/2 2 -3, 2 ആൻസർ. പിന്നെ റേഡിയസ് ആണ് ഫോർമുല നമുക്ക് അറിയാലോ. ഇത് അപ്ലൈ ചെയ്യാം റേഡിയസ്. ഇനി നോക്കാം. എന്താണ് ഇവന്റെ സെന്റർ? ഇവിടെ വേറെ വാക്കുണ്ട്, കോൺസെൻട്രിക് ഉണ്ട്. അത് ഞാൻ പറയാം കേട്ടോ. ഞാൻ പറയാം അതിന് മുമ്പ് എന്താ ഇവന്റെ സെന്റർ? എക്സിന്റെ കോഎഫിഷ്യന്റ്. അപ്പൊ സെന്റർ പറയാൻ വേണ്ടി പോകുന്നത് സെന്റർ എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് -4 എഴുതി. വൈയുടെ കോഎഫിഷ്യന്റ് 6 എഴുതി. കഴിഞ്ഞോ? ഇല്ല. നമ്മൾ എക്സിന്റെയും വൈന്റെയും കോഎഫിഷ്യന്റിനെ ഡിവൈഡഡ് ബൈ -2 ചെയ്യാം. നെഗറ്റീവ് ക്യാൻസൽ ആയി പോയി. അപ്പോൾ 4/2 ഇറ്റ് ഈസ് സെയിം ആസ് 2. മൈനസ് ഉണ്ട് 6/2 ഇറ്റ് ഈസ് സെയിം ആസ് 3. ഓക്കെ, ഈ കാണുന്ന നെഗറ്റീവ് ആണത്. പിന്നെ 6 divided by 2 ഉണ്ട്, അത് നമുക്കറിയാം 3 ആണ്. സോ 2 divided by -3 അതാണ് സെന്റർ. ഇതിങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ പോലെ തന്നെ 2G എന്ന് പറയുന്നത് -4 ആണ്. സോ G എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? -2 എന്ന് കിട്ടും. സോ -G എന്താണ്? നമുക്ക് 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആലോചിക്കും എന്തുകൊണ്ട് -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്തുകൊണ്ട് y -2? ഗൈസ് അത് വേറെ ഒന്നുമല്ല. കാരണം ആ 2G = നമുക്ക് എക്സിന്റെ കോഎഫിഷ്യന്റ്. അപ്പോൾ G എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ 2. നമുക്ക് ആവശ്യം -G ആണല്ലോ. സോ 2 ഭാഗത്ത് നെഗറ്റീവ് എടുക്കണം. അതാണ് നമ്മൾ എന്ത് -2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയുന്നത്. ഇതാണ് ലോജിക്. y -2. പലരും ചോദിക്കും എന്തുകൊണ്ട് -2, എന്തുകൊണ്ട് -3 ആയിക്കൂടാ? 2G എന്നാണ് എക്സിന്റെ കോഎഫിഷ്യന്റ്. ഞാനതിനെ ഇവിടെ എന്തെടുത്തു? ഇവിടെ -4 ആണ്. അപ്പോൾ ഈ കാണുന്ന 2 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. സോ G എന്താണ്? -4/2. നമുക്ക് ആവശ്യം എന്താണ്? ആവശ്യം -G ആണ്. അതുകൊണ്ട് നെഗറ്റീവ് 2 കൊണ്ടാണ്. ആ നെഗറ്റീവ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? നേരെ -G കിട്ടും. ഇതാണ് സിമ്പിൾ ലോജിക്. ഇവിടുത്തെ റേഡിയസ് വേണം. റേഡിയസ് വളരെ ഈസിയാണ്. R = ഈ കിടക്കുന്ന ഓരോ നമ്പറിൻ്റെയും ഇത് ജിയും എഫും ഒക്കെയാണ്. സ്ക്വയർ എടുത്തു.
സോ 2 square 4 മൈനസ് 3 square 9 മൈനസ് കോൺസ്റ്റന്റ്. ആരാ കോൺസ്റ്റന്റ് ഗൈസ്? സി എന്ന് പറയുന്നത് -12 ആണ്. ശ്രദ്ധിക്കണം, സി ഇറ്റ് സെയിം ആസ് -12. നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് മാറി. സോ 12 + 9 21 + 4 25 √25 ഇറ്റ് സെയിം ആസ് 5. റേഡിയസ് 5 നീട്ടി. ഞാൻ ഇതിന്റെ ബാക്കി പദ്ധതിയിലേക്ക് പോകുന്നു. എന്താണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കാം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് അനദർ സർക്കിൾ വിച്ച് ഇസ് കോൺസെൻട്രിക് വിത്ത് ദി സർക്കിൾ സി. എന്താണ് ബേസിൽ കോൺസെൻട്രിക്? മക്കളെ, സെയിം സെന്ററിൽ വരയ്ക്കുന്ന സർക്കിൾ. സെന്റർ മാറില്ല, റേഡിയസ് മാറും. അതായത് ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ പറയുമ്പോൾ 2,-3 സെന്റർ ആയിട്ടുള്ള സർക്കിൾ ആൻഡ് റേഡിയസ് 5 ആയിട്ടുള്ള സർക്കിൾ. അതാണ് ഇവൻ. അയ്യോ, സർക്കിൾ ഇവൻ അവിടെ പാപി. അടിപൊളി. എന്താണ് ഇങ്ങനെ വരുന്നത്? അപ്പൊ ശരി, എന്താണ് ഇവൻ 2,-3. യെസ്, 2-3 സെന്റർ ആൻഡ് ഈ കാണുന്ന റേഡിയസ് എത്രയാണ്? അത് 5 ആണ്. ഇതാണ് നമ്മുടെ ഇപ്പോഴുള്ള ഈ കാണുന്ന സർക്കിൾ, ഗിവൺ സർക്കിൾ. ഇതെന്താ വേണ്ടേ? കോൺസെൻട്രിക് ടു ദി ഗിവൺ സർക്കിൾ ആൻഡ് ഡബിൾ ദി റേഡിയസ്. റേഡിയസ് ഡബിൾ ആവണം. അപ്പൊ കോൺസെൻട്രിക് എന്ന് പറയുമ്പോൾ സെയിം സെന്റർ മാറില്ല, പക്ഷെ എന്താ, റേഡിയസ് ഇപ്പത്തെ ആളല്ല, റേഡിയസ് ഡബിൾ ആവും. ഇപ്പത്തെ റേഡിയസ് 5 ആണ്. സോ പൊതു റേഡിയസോ 10 ആയിരിക്കും. സോ സെയിം സെന്ററിൽ ഞാൻ എന്ത് ചെയ്യുന്നു? 10 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചു. പക്ഷേ നോക്കിയാൽ ഈ കാണുന്ന സർക്കിളിന്റെയും പുറത്തുള്ള സർക്കിൾ ഞാനതിനെ സം C2 എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ സർക്കിൾ C2വിന്റെ സെന്റർ മാറ്റമില്ല, അത് -2,-3 തന്നെയാണ്. പക്ഷെ റേഡിയസ് മാറി. റേഡിയസ് ഇതാണ് വരുന്നത്. റേഡിയസ് ഈസ് 10. അപ്പോൾ കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ സെയിം സെന്റർ ആയിരിക്കും, പക്ഷേ റേഡിയസ് മാറി വരും. ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ ഡബിൾ ദി റേഡിയസ് ആയിരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിൾ, പുതിയ സർക്കിളിന്റെ ഇക്വേഷൻ എന്ത്? സെന്റർ മാറുന്നില്ല. അതുകൊണ്ട് x-2 the whole square plus y + 3 the whole square. ഓക്കെ, 2 - 3 കൊടുത്തു. ഈക്വൽ ടു റേഡിയസ് നമുക്കല്ലേ 10 ആണെന്നറിയാം. 10 സ്ക്വയർ കഴിഞ്ഞു. ഇതാണ് ആൻസർ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ. 2024 സെക്കൻഡ് ടേം എക്സാമിൽ ഈ കാണുന്ന ഭാഗത്ത് നിന്ന് എല്ലാവരുടെയും കിളിവർത്തി ക്വസ്റ്റ്യൻ ഇവനാണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സർക്കിൾ കോൺസെൻട്രിക് വിത്ത് x² + y² -6x -8y - c = 0. ഈ കാണുന്ന സർക്കിളിന് കോൺസെൻട്രിക് ആയിട്ട് നിൽക്കുന്ന ഒരു സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ കോൺസെൻട്രിക് എന്ന് പറഞ്ഞ വഴിക്ക് മനസ്സിലായി. ഓക്കെ ഗൈസ്, സെന്റർ സെയിം ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ്, ഈ സർക്കിളിന്റെ സെന്റർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവർ കാണാൻ പറഞ്ഞ സർക്കിളിന്റെ സെന്ററും സെയിം ആണ്. സർക്കിളിന്റെ സെന്റർ സെയിം. സോ ഇവന്റെ സെന്റർ എന്താണോ അതായിരിക്കും പുതിയ സർക്കിളിന്റെയും സെന്റർ. എന്താണ് ഇവന്റെ സെന്റർ? എന്താ മക്കളെ, പെട്ടെന്ന് പറഞ്ഞ്. എക്സിന്റെ കോഎഫിഷ്യന്റ് -6, വൈയുടെ കോഎഫിഷ്യന്റ് -8. എന്ത് ചെയ്തു? ഞാൻ രണ്ടിനെയും /-2 ചെയ്തു. -6 / -2, ഇത് നെഗറ്റീവ്. ഇവിടെ നെഗറ്റീവ് ക്യാൻസൽ ആയിപ്പോയി. 6/2 3, 8/2 ഇറ്റ് ഈസ് 4, 3,4 സെന്റർ കിട്ടി. അപ്പോൾ സെയിം സെന്ററിൽ ഇനി അവർ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. നോക്കിയോക്കല്ലോ. ഇതാണ് നമ്മുടെ പഴയ സർക്കിൾ, നമ്മുടെ ഗിവൺ സർക്കിൾ. ഇവൻ x² + y² -6x -8y - c = 0 കേട്ടോ. ഇനി അടുത്ത സർക്കിൾ ഇവനാണ്. ചോദിക്കേണ്ടടുത്ത് തനിക്ക് എങ്ങനെ വലുതാണെന്ന്. വലുതായിരിക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. ഈ കാണുന്ന സർക്കിൾ സെന്റർ 2,3,4. പുതിയ സർക്കിളിന്റെയും സെന്റർ മാറ്റില്ല 3,4 ബിക്കോസ് ദേ ആർ കോൺസെൻട്രിക്. പക്ഷെ പ്രത്യേകതയുണ്ട്. പുതിയ സർക്കിൾ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് കൂടി അറിയാം, -1, -2 ആൻഡ് പാസസ് ത്രൂ -1, -2. നമ്മുടെ സർക്കിൾ എന്ത് ചെയ്യും? -1, -2 എന്ന് പറഞ്ഞ പോയിന്റ് കൂടെ പാസ് ചെയ്യാം. മക്കളെ, നമുക്കൊരു സർക്കിളിന്റെ ഇക്വേഷൻ ഇതാണ് കണ്ടുപിടിക്കാൻ ആവശ്യമുള്ള പുതിയ സർക്കിൾ എങ്കിൽ ഈ സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം? ആശം പറഞ്ഞേ, നമുക്ക് എന്തൊക്കെ അറിയണം? സർക്കിളിന്റെ സെന്റർ വേണം. സെന്റർ അറിയോ? അതെ, സെന്റർ അറിയാം. പിന്നെന്താ വേണ്ടേ? പിന്നെ വേണ്ടത് റേഡിയസാ. ഈ കാണുന്ന ഡിസ്റ്റൻസാണ് വേണ്ട, റേഡിയസ്.
റേഡിയസ് അറിയോ? ഇവിടെ അറിയില്ല. കണ്ടുപിടിക്കാൻ പറ്റോ? പറ്റൂ. എങ്ങനെ മക്കൾ? ഇത്ര മാത്രമുള്ളൂ. നമുക്ക് സെന്റർ അറിയാം, സർക്കിളിന്മേൽ ലൈ ചെയ്യുന്ന പോയിന്റ് അറിയാം. ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണല്ലോ റേഡിയസ്. 2 പോയിന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രേറ്റ് ലൈൻസിൽ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചിരുന്നു, ഓർമ്മയില്ലേ? സോ ഡിസ്റ്റൻസ് ഡി എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഗൈസ് മറ്റാരുമല്ല, റേഡിയസ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസിന്റെ സ്ക്വയർ അഥവാ -1 -3 ദി ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത് y കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസിന്റെ സ്ക്വയർ -2 -4 ദി ഹോൾ സ്ക്വയർ. ഇതെവിടെ നിന്ന് ഓർമ്മ ഉണ്ടാകുമായിരിക്കും. x1 y1 x2 y2 2 പോയിന്റ് ആണ്. ഈ 2 പോയിന്റ് നമ്മൾ ഡിസ്റ്റൻസ് പറഞ്ഞാൽ റൂട്ട് ഓഫ് x2 - x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദി ഹോൾ സ്ക്വയർ. ചാപ്റ്ററിന്റെ പേര് സ്ട്രേറ്റ് ലൈൻസ്. ആരും മറന്നു കാണില്ല. സോ ഗൈസ് ഇറ്റ് ഇസ് സെയിം ആസ് റൂട്ട് -1 -3 -4 -4 സ്ക്വയർ 16 plus -2 -4 -6 -6 square 36. It is root 52. 36 46 52. ശരി, 52 കഴിഞ്ഞു. അതായത് മക്കളെ നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ, therefore equation of circle equation is x minus h center to 3 the whole square plus y minus k and the 4 the whole square equal to radius in a square. എന്താ റേഡിയസ്? റൂട്ട് 52 ആണ്. റൂട്ട് 52 സ്ക്വയർ. ഇതാണ് ആൻസർ. ഒരുപാട് പേർക്ക് തെറ്റിച്ചു. ബഹുഭൂരിഭാഗം പേർക്കും ആൻസർ ലഭിക്കാതെ പോയ ഒരു ചോദ്യമാണത്. സെക്കൻഡ് ടൈം എക്സാം 2024. നമ്മൾ ആലോചിക്കുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ യുനോ അത്രമേൽ ഈസി ആയിരുന്നില്ല എക്സാം ഹാളിൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് ആൻസർ ചെയ്യുമ്പോൾ. സോ ഇതിൻ്റെ ഒരു ജനറൽ ഒറ്റടിക്ക് എല്ലാ ഫോമുകളും എവിടെയുണ്ട് ഒന്ന് നോക്കൂട്ടോ. ഇനി 2 ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. ബേസിക്കലി ടോട്ടലി 3 ക്വസ്റ്റ്യൻ. ഈ കാണുന്ന 2 ക്വസ്റ്റ്യൻ സെയിം പാറ്റേൺ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിലത്തെ ഒന്നും കൂടി ചെയ്ത് ബാക്കി ഞാൻ എന്ത് ചെയ്യും? ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ വരുമ്പോൾ ചെയ്യുന്നതായിരിക്കും. സൈലത്തിന് ലൈവ് ക്ലാസ് എന്ത് ചെയ്യും? ഞാൻ ഈ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്യും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ ദി ലൈവ് ക്ലാസ്. നമ്മളുടെ ഇപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഈവൻ സെയിം ടൈപ്പാണ്, നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. വരുന്നു. Find the equation of circle with center 2 2 and which passes through the point 4 5. മകളെ സെന്റർ അറിയാം 2 2. പക്ഷേ സെന്റർ 2 2 ട്ടാ. നോക്കിയേ h, k 2 2. ഇത് പറഞ്ഞിരിക്കുന്നൊരു 4 5 കൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ. ഇങ്ങോട്ട് ഉദ്ദേശിച്ചൊരു ഇതാണ് സർക്കിൾ കേട്ടാ. സർക്കിളിന്റെ സെന്റർ ഇവിടെ ഉണ്ട്. എന്തുട്ടാ 2 2. പിന്നീടല്ലോ നമ്മുടെ സർക്കിൾ പാസ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ ചുള്ളൻ 4 5 ഇവിടെ ഉണ്ട്. ഈ കാണുന്ന 4 5 കൂടെ സർക്കിൾ പാസ് ചെയ്യുന്നു. ഉദ്ദേശിച്ചു അശാൻ ഇവിടെ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും. ഇതിലൂടെ പറയാൻ പറ്റേ സെന്ററും സർക്കിൾ ഒരു പോയിന്റും. സെന്റർ അറിയാം, എന്താ വേണ്ട നമുക്ക് ആവശ്യമൊന്നുമില്ല. റേഡിയസ് നമ്മൾക്ക് സെന്ററും റേഡിയസും അറിഞ്ഞാൽ സർക്കിളിന്റെ ഇക്വേഷൻ x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ r സ്ക്വയർ അപ്ലൈ ചെയ്ത് ആൻസർ കിട്ടി. റേഡിയസ് അറിയോ? തൽക്കാലം അറിയില്ല. കാരണം അതിനാണ് ഇവന്മാർ ജോയിൻ ചെയ്തു. ഇത് റേഡിയസ് അല്ലേ. അപ്പൊ 2 പോയിന്റ് അറിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഡിസ്റ്റൻസ് ഫോമിലൂടെ റേഡിയസ് കാണാൻ പറ്റും. ഏതെങ്കിലും 2 പോയിന്റ് മതിയാ. ഞാൻ പോയിന്റ് ഇവിടെ എടുത്തു. നടക്കില്ല. ഇവിടെ എടുത്തു നടക്കില്ല. എവിടെ നടക്കില്ല. എവിടെയാവണം? അവൻ സർക്കിളിന്മേൽ തന്നെ ആവണം. അതാണ് ഇറ്റ് പാസസ് ത്രൂ ദി പോയിന്റ് 4 5. സർക്കിൾ പാസ് ചെയ്യുന്ന പോയിന്റ് ഏതാ? 4 5. നിർബന്ധം എവിടെ അവൻ സർക്കിളിന്മേ. അപ്പൊ ഈ കാണുന്ന ഡിസ്റ്റൻസ് ഇതാണ് റേഡിയസ്. സോ ആർ എന്ന് പറഞ്ഞാൽ ഗൈസ് നോക്കൂ, റേഡിയസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസിന്റെ സ്ക്വയർ. സോ 4 - 2 ദി ഹോൾ സ്ക്വയർ പ്ലസ് 5 - 2 ദി ഹോൾ സ്ക്വയർ. y കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസിന്റെ സ്ക്വയർ എല്ലാം അറിയാമായിരിക്കും. x1 y1 x2 y2 പോയിന്റ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് പോയിന്റ് ഇസ് ഗിവൺ ബൈ root x2 - x1 whole square plus y2 - y1 whole square. Chapter number 9, straight lines. Okay, so moving on, it is same as root 4 - 2, it's 2 square 4 plus 5 - 2 3 square 9 root 13
Therefore, equation is x minus h. Asan, h ആരാ h2, k ആരാ k into എന്നിട്ട് പൊളിച്ചു അല്ലേ. So x minus 2 the whole square, x minus h whole square plus y minus k, k into 1 2 the whole square equal to radius and square. Radius root 13 ആണ്, root 13 square. It's 13 guys, 13. സോ ഇത്ര മാത്രമാണ് ചോദ്യം വരുന്നത്. ഈ കാണുന്ന സെയിം ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഇവനെ നിങ്ങൾ ആൻസർ ചെയ്യും. ഭാഗ്യം 2 സെയിം ആണ്, പക്ഷെ അത് 4-5 അല്ല 2-5 ആണ്. ചെറിയ മാറ്റമുണ്ട്, മുദ്ര മാറ്റമുണ്ട് ആശാൻ. ആൻഡ് ദെൻ ഇവൻ എന്ത് ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇനി വരുമ്പോൾ വർക്കൗട്ട് ചെയ്ത് തരും എന്ന് പറഞ്ഞുകൊണ്ട് ഗൈസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. ഈ കാണുന്ന സെഷൻ സർക്കിൾസിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡീൽ ചെയ്തു. നമ്മൾ ഓൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്തു. ഇതാണ് നിങ്ങൾ ബോർഡ് എക്സാം പഠിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ലൈവിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരും ക്ലാസ്സിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തും പറയാനുള്ളൊരു അവസരമാണ് കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ കോണ്ടന്റ് എന്തൊക്കെയാണ് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. സോ ഗൈസ്, താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് നാസെക്ക ഫ്രം സൈലന്റ് ലേണിംഗ്. താങ്ക് യു ഓൾ. താങ്ക് യു.